ലെറ്റൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി മന്തിലെ അവസാനത്തെ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഏരിയയും നമ്മൾ നോക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഹെൽത്തിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം, അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫാമിലിക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ തന്നെ ഫാമിലിനെയൊക്കെ വളരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ പലവരും നിങ്ങളുടെ ഫാമിലിയിൽ ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ ഫാമിലി മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അതിപ്പോ വുമൺ ആണെങ്കിലും വർക്കിംഗ് ആണ്, അതുപോലെ ഒരു സിംഗിൾ പാരന്റ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സിംഗിൾ മദർ ഓർ സിംഗിൾ ഫാദർ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആണ് നിങ്ങളുടെ ആ ഒരു ഫാമിലി, നിങ്ങളുടെ ആ ഒരു വരുമാനത്തിലും അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം വളരെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വളരെ നല്ല രീതിയിൽ സമ്പാദിച്ചാലും അത് സേവ് ചെയ്യാനും എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ വളരെ ഭംഗിയായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട്, അതായത് നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും ആണ് നിങ്ങൾക്കൊരു ഒരു ബാലൻസിന്റെ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപക്ഷെ മറ്റ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാമായിരിക്കാം. അതിനെ ഡീൽ ചെയ്ത് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനായിട്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. താൽക്കാലികമായിട്ട് ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബേർഡൻ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി തന്നെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു റീസെന്റ് ആയിട്ട് നിങ്ങൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട്, അത് പൊതുവെ നിങ്ങൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ പോലും ഒരു പക്ഷെ നിങ്ങൾക്കൊരു ഹെൽപ്പ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പർക്ക് നിങ്ങൾക്ക് ഒരു പക്ഷെ ഹെൽപ്പ് തരുന്ന വ്യക്തികൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ അതൊന്നും സ്വീകരിക്കാതെ ഒറ്റയ്ക്ക് തന്നെ ഈ എല്ലാ ഭാരവും ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ അതിന് വളരെയധികം ഫോക്കസ്ഡ് ആണ്, ഡിറ്റർമിൻഡ് ആണ്. നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആരുടെയും ഹെൽപ്പ് വാങ്ങാതെ മാക്സിമം നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഫിനാൻഷ്യലി മാത്രമല്ല, ഇമോഷണൽ ആയിട്ടും വളരെയധികം റിലേഷൻഷിപ്പുകളിലും വളരെ പെയിൻ അനുഭവിക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. റിലേഷൻഷിപ്പും നിങ്ങളുടെ കരിയറും അല്ലെങ്കിൽ റിലേഷൻഷിപ്പും നിങ്ങളുടെ എഡ്യൂക്കേഷനും ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ വളരെയധികം കഷ്ടപ്പെടുന്നു. ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പെയിൻ വളരെയധികം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരോടും ഒന്നും തുറന്നു പറയാതെ, ഷെയർ ചെയ്യാതെ, അത് സ്വയം ഇങ്ങനെ വളരെയധികം വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കിപ്പോ വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ടൈമാണ്. കൂടുതലായിട്ട് ഇതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹെവി വർക്ക് ലോഡ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എക്സാംസിന്റെ കാലമൊക്കെ ആണ്, അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് വന്നിട്ടുണ്ടാവുക. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ നല്ല കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാകും. കാരണം ഇത് 10 ഓഫ് വൺസ് ആണ്. അപ്പം അത് കംപ്ലീഷൻ ആണ്. നിങ്ങൾക്ക് അതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മളൊരു അഡ്വൈസ് ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റെസ്റ്റ് എടുക്കുക.
ഇപ്പോ പഠിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ പാതിരാത്രി മുഴുവൻ ഉറക്കമില്ലാതെ പഠിക്കുന്നത് കൊണ്ട് അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണ്ട റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈം കൂടെ നിങ്ങൾ കാണണം എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് വന്നിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് അത് റിപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു വർക്കിംഗ് പാരന്റ്സിന്റെ കാര്യം പറഞ്ഞു. അവരായാലും ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ വളരെയധികം അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഈ പറഞ്ഞതുപോലെ വളരെ വേണ്ട ഒരു റെസ്റ്റ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ഒരു റെസ്റ്റ് കൊടുക്കുക. അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആകും, കുറച്ചും കൂടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകും. അപ്പൊ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി ഒക്കെ നമുക്ക് കിട്ടാൻ അത്തരം മെഡിറ്റേഷൻ ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ എന്തായാലും ഒരു റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ മൊത്തത്തിൽ ഒന്ന് റിന്യൂ ചെയ്യുക. നിങ്ങളെ ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാം ഒന്ന് റിന്യൂ ചെയ്യുക എന്നാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ സമാധാനത്തിന് ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. സെൽഫ് കെയറിന് സമയം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തുക തന്നെ വേണം. ഈ ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് ആകെ തളർന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു പോകാതെ, ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്, അത് അങ്ങനെ തന്നെ പോകേണ്ടതാണ്. പക്ഷെ അതിനിടയിൽ നമുക്ക് വേണ്ട ടൈം, നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ട ഒരു സമയം നമ്മൾ കണ്ടെത്തുക. എങ്കിൽ മാത്രമാണ് കൂടുതൽ എനർജറ്റിക്കലി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് കണ്ടീഷനൊക്കെ മോശമായിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാതിരിക്കുക. അത് കൂടുതൽ മോശമാവാതെ, ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാവാതെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറയാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട പ്രത്യേകിച്ച് ബെഡ് റെസ്റ്റ് ഒക്കെ എടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൽ നല്ല രീതിയിലുള്ള അങ്ങനെയുള്ള വ്യക്തികളൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കിടന്ന് പോയിട്ടുള്ള വ്യക്തികളൊക്കെ നമുക്ക് കാണാം. അപ്പൊ അത്തരം ബെഡ് റെസ്റ്റ് ഒക്കെ ആവശ്യമുള്ള വ്യക്തികൾ അത് കൃത്യമായിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. അത് കൃത്യമായിട്ടുള്ള അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ഫെയിം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങളുടെ പാഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട്, അതിനുള്ളൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്ന, വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ റെഡി ആയിരിക്കുന്ന വ്യക്തികൾക്ക് അതൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ വിദേശത്തേക്ക് പഠന ആവശ്യത്തിന് വേണ്ടി പോകുന്നവരായാലും ജോലി ആവശ്യത്തിനായാലും എല്ലാം അതിനൊക്കെ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ, അതുപോലെ പെട്ടെന്ന് ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് സൺ കാർഡാണ് തൊട്ടടുത്ത് തന്നെ വന്നിട്ടുള്ളത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ കുറച്ച് സമയങ്ങളിൽ വരാനായിട്ട് പോകുന്നത്. വളരെ ഹാപ്പി ആവുന്നു, വളരെ സന്തോഷം, അതുപോലെ തന്നെ സമാധാനം, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്നിച്ച് വളരെ നല്ല രീതിയിലുള്ള സമയങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഫിനാൻസിലായാലും നിങ്ങൾ ഇപ്പം ഈ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഒക്കെ മാറുന്നതായിട്ട്, കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും അതുപോലെ സക്സസ് വരുന്നതായിട്ട്. ഇപ്പോൾ ചില റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ റിസൾട്ടൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഹെൽത്തിന്റെ കേസിലായാലും അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ കേസിലായാലും എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത് മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും
ഹെൽത്തി അല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സെലിബ്രേഷന്റെ ഒന്നിലധികം കാർഡുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സെലിബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ഒന്നിച്ച്, ഫ്രണ്ട്സ് ഒന്നിച്ച് ഒക്കെ ഒന്നിച്ച് കൂടാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ, അല്ലെങ്കിൽ സെലിബ്രേഷൻ നടക്കേണ്ട ബർത്ത്ഡേ, അല്ലെങ്കിൽ വിവാഹം, എൻഗേജ്മെന്റ്, അങ്ങനെയൊക്കെ എല്ലാവരും ഒന്നിച്ച് കൂടാനുള്ള ഒരു അവസരം വരുന്നു. എല്ലാവരെയും കാണാനും ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും എല്ലാം നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു കുഞ്ഞിന് വേണ്ടി കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതൊക്കെ ആ ഒരു റിസൾട്ടൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഒരു അഡ്വൈസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു അഡ്വൈസ് നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും നിങ്ങളുടെ ആ ഒരു മേലാധികാരിയിൽ നിന്നും നിങ്ങളോട് വളരെ നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ നമുക്കവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു മേലാധികാരിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് നമുക്കിപ്പോ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് വേണമെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾക്ക് അത് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അതിലൂടെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് കിങ് ഓഫ് സോർട്സും ക്യൂൻ ഓഫ് വാൺസും വന്നിട്ടുണ്ട്. രണ്ടും വളരെ സ്റ്റേബിൾ ആണ്. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും നിങ്ങൾ വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ള, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ആ ഒരു ചെറിയ ഒരു ചാഞ്ചാട്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ലീഡർ, നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിങ്ങൾ ഒരു ലീഡർ ആവുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട്, അതായത് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു, വളരെ ഭംഗിയായിട്ട് നടക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നടപ്പിലാക്കാനും, ഡിസിഷൻ എടുക്കാൻ മാത്രമല്ല നടപ്പിലാക്കാനും കൂടെ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു പവറിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കുന്ന, നിങ്ങളെ ആളുകൾ ബഹുമാനിക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. നിങ്ങളും വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ ഏത് ഫീൽഡിലായാലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ, ബിസിനസ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിലായാലും ഒക്കെ നിങ്ങളൊരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ നല്ലൊരു കൊളാബറേഷന്റെ, ഒരു ടീം വർക്കിന്റെ എനർജി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പുതിയ ഒരു കാര്യം നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് പ്രൊജക്റ്റ് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്താണോ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ ഒരു ടീം വർക്ക് കാരണം, കൂടെയുള്ളവരുടെയൊക്കെ ഒരു സഹകരണം കാരണം ആ വർക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ബാലൻസ് ഇല്ലായ്മ, തീർച്ചയായിട്ടും അതൊരു ബാലൻസിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ അത്രയും നിങ്ങളുടെ സ്ട്രോങ് ആവുന്നുണ്ട് എനർജി, ലൈഫിലേക്ക് ഒരു ബാലൻസ്
ബാലൻസ് വരുന്നുണ്ട്, ഹാർമണി വരുന്നുണ്ട്, സെലിബ്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ വളരെ ഒരു സമാധാനം മൊത്തത്തിൽ ഒരു ഈ മാസം അവസാന ഭാഗത്തേക്ക് പോകുന്തോറും ആകെ നിങ്ങൾക്കൊരു സമാധാനം. ഇപ്പൊ ഈ തുടക്കത്തിൽ ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് അത് മാറുന്നതായിട്ട്, വളരെ ഒരു കാം ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ഇനിയുള്ള ഈ ഒരു ഫെബ്രുവരി മന്തിലുള്ള ആകെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.